ഓക്കെ ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ SLC എക്സാംസ് ഒക്കെ അടുത്തെത്താറായിരിക്കണേ. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ നന്നായി റിവിഷൻ ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ റിവിഷൻസിൽ ഒന്നും കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ റിവിഷൻ സീരീസ് ഓൺലൈൻ ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്തേക്കണേ, സ്റ്റാർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കെമിസ്ട്രി എന്ന വിഷയത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം തന്നെ അതിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി നോക്കേണ്ട ടോപ്പിക്സുമാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ശ്രദ്ധയോടുകൂടെ ഈ ക്വസ്റ്റ്യൻസും ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എല്ലാവരും സെറ്റ് അല്ലേ? അപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് കണ്ട് തീർക്കാം. ഓക്കെ, സോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കിയേ, ക്വസ്റ്റ്യൻ നോക്കിയേ നിങ്ങളെല്ലാവരും. Methane reacts with chlorine in the presence of sunlight. This reaction is an example for dash. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ഇപ്രാവശ്യം പാറ്റേൺ മാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, പിക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ചോദ്യം പറഞ്ഞേക്കണത്, മീഥൈൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ക്ലോറിനുമായി റിയാക്ട് ചെയ്യുമ്പോൾ, അതായത് സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറിനുമായി റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്? നമുക്ക് 4 ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്. അഡീഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ്. എടാ നമുക്കറിയാം മീഥൈൻ CH4 എന്ന് പറയുന്ന മീഥൈൻ ക്ലോറിനുമായി റിയാക്ട് ചെയ്താൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ഒരു ഹൈഡ്രജൻ അവിടെ നിന്ന് മാറി ആ സ്ഥാനത്തേക്ക് ക്ലോറിൻ വരും. ഒരാൾ മാറി മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരുന്ന റിയാക്ഷനാണ് നമ്മൾ എന്താണ് വിളിക്കുന്നത്? നമ്മൾ ഫുട്ബോൾ കളിക്കണ അല്ലെങ്കിൽ ഫുട്ബോൾ കളി കാണുന്ന ആൾക്കാരല്ലേ, അവിടെ നമ്മൾ കാണുന്നതാണ് ഒരു പ്ലെയറിനെ മാറ്റി മറ്റൊരു പ്ലെയറിനെ കളിയിലേക്ക് ഇറക്കുമ്പോൾ ആ ഒരു പ്രക്രിയനെ നമ്മൾ എന്താ പറയുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? അപ്പോൾ അത് തന്നെയല്ലേ ഇതും. അതായത് മീഥൈനിലെ CH4 ഒരു H പോയിട്ട് അവിടെ ഒരു ക്ലോറിൻ കയറി വരുമ്പോൾ ഒരു ആൾ മാറി മറ്റൊരാളല്ലേ അവിടെ കയറി വന്നേക്കണത്. സോ ഇവിടുത്തെ റിയാക്ഷന്റെ പേര് എന്തായിരിക്കും? അപ്പം വെരി ഗുഡ്, യെസ്, എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതാണ് ഇവിടെ എന്ത് ചെയ്തേക്കണത്, എഴുതിയേക്കണത്. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഫൈൻ. So, moving on to the second question. നോക്കടാ, കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ. അവിടെ ഇതേപോലത്തെ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താ ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്? എടാ നോക്കടാ, ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നേക്കണ കോമ്പൗണ്ട് നോക്കാം. എന്താണ് തന്നേക്കണ കോമ്പൗണ്ട്? C2H6 അല്ലേ? അപ്പോൾ ഈ C2H6 എന്ന് പറയുന്ന ആളെ നമുക്കൊന്ന് എന്ത് ചെയ്യാം, സ്ട്രക്ചറലി വരച്ചു നോക്കാം. അപ്പോൾ സിംഗിൾ ബോണ്ട് C2H6. എടാ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് ഡബിൾ ബോണ്ട് ആണോ അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ആണോ? ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം CnH2n+2 ആണ് എന്തിൻ്റെത്? ആൽക്കെയിൻ. പിന്നെ CnH2n ആണ് എന്ത്? ആൽക്കീൻ. CnH2n-2 ആണ് എന്തെന്ന് പറയണത്? ആൽക്കൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, എന്നിന്റെ വാല്യൂ 2, 2ന്റെ 2 ടൈംസ്, അപ്പൊ എന്താണ്? 4, 4 + 2 6. അപ്പൊ ഇതെന്താണിത്? ആൽക്കെയിൻ ആണ്. എന്താണിത്? ആൽക്കെയിൻ. അപ്പൊ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ഈ C സിംഗിൾ ബോണ്ട് C, 2 കാർബൺ. അപ്പോൾ ഓരോ സ്ഥലത്തിന് ഓരോന്നിനും ഹൈഡ്രജൻ ഫിൽ ചെയ്ത് കൊടുക്കാം. കാർബണിന്റെ വാലൻസി 4 ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഹൈഡ്രജൻ ഫിൽ ചെയ്ത് കൊടുത്തു. ഇനി ഉള്ളത് എന്താണ്? ഒരു ക്ലോറിൻ മോളിക്യൂൾ ഉണ്ട് അവിടെ. അപ്പൊ ഈ ക്ലോറിൻ മോളിക്യൂള് കൂടിച്ചേർന്ന് എന്തായിരിക്കും അവിടെ ഫോം ചെയ്യണത്? അവിടെ ഓൾറെഡി നമുക്ക് അവിടെ തന്നുണ്ട് ഒരു HCl ഫോം ചെയ്യുന്നുണ്ട്, ഒരു HCl. അപ്പൊ എങ്ങനെയാണ് HCl ഫോം ചെയ്തേക്കണം? ഈ ക്ലോറിൻ എന്ന് പറയുന്നത് ഇങ്ങനെ സിംഗിൾ ബോണ്ടഡ് ആയിട്ട് ഇരിക്കണല്ലേ, അവിടെ 2 ക്ലോറിൻ കൂടി ചേർന്നിരിക്കണല്ലേ. സോ ഈ ക്ലോറിന്റെ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ ആയിട്ട് അവിടെ നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് മാറി ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ഇവിടെ ഉള്ള ഈ ക്ലോറിൻ ഇങ്ങോട്ടേക്ക് പോയി പറ്റിപ്പിടിക്കും. അപ്പോൾ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ? ഞാൻ ഒന്നത് മായ്ച്ചിട്ട് ചെയ്യാട്ടാ. നോക്കോട്ടാ, ഞാൻ ഒന്നും കൂടി ഇത് റീഡ്രോ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. C സിംഗിൾ ബോണ്ട് C, H പ്ലസ് Cl സിംഗിൾ ബോണ്ട് Cl. അപ്പോൾ ഇവിടുത്തെ ഒരു Cl-ഉം ഇവിടുത്തെ H-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? പോകും. അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും? CH3. ഞാൻ അതിൻ്റെ കണ്ടൻസ് ഫോമിൽ എഴുതണേ, CH3 പിന്നെ CH2
അതായത് ഇവിടുത്തെ സി എൽ ഇപ്പുറത്തേക്ക് വന്ന് ഇപ്പുറത്തെ ഒരു എച്ച് പോയി. അപ്പൊ ഇവിടെ ഓൾറെഡി 3H ഉണ്ടായിരുന്നു, പക്ഷേ പോയപ്പോൾ അവിടെ എന്തായി 2H ആയി. പ്ലസ് എന്തും കൂടി ഉണ്ട് അവിടെ CL പ്ലസ് ഇവിടെ ഓൾറെഡി ഈ CL ഉണ്ടല്ലോ, ഈ CL ഇങ്ങോട്ടേക്ക് ആര് വന്നു, ഒരു H വന്നില്ലേ, അപ്പോൾ അവിടെ എന്തായി മാറി HCl. അതാണ് നിങ്ങളുടെ ഈ ക്വസ്റ്റിൽ തന്നേക്കണ HCl എന്നുള്ള ആ ഒരു ഭാഗം. പിന്നെ ഉണ്ടായേക്കണ കോമ്പൗണ്ട് എന്താണ്ടാ, CH3 സിംഗിൾ ബോണ്ട് CH2Cl. ഇതാണ് നമ്മളുടെ ഈ കെമിക്കൽ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണ കോമ്പൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. CH3 സിംഗിൾ ബോണ്ട് CH2Cl. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോട്ടാ, ഒരു വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിമർ ഇസ് യൂസ്ഡ് ടു മേക്ക് ദ ഇന്നർ കോട്ടിംഗ് ഓഫ് നോൺ സ്റ്റിക് കുക്ക്വെയർ? നല്ലൊരു ചോദ്യം. നമുക്ക് പഴയ സിലബസ് ആണെങ്കിലും പുതിയ സിലബസ് ആണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. എന്താണ് നോൺ സ്റ്റിക് കുക്ക്വെയർ, അതായത് നോൺ സ്റ്റിക് കുക്ക്വെയറിന്റെ ഇന്നർ സർഫസ് കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോളിമർ എന്താണ്? നമ്മളെല്ലാവരും കിച്ചണിൽ കാണുന്നതാണ് ഈ ഒരു കോട്ടിങ്. ഓരോ നമ്മുടെ യൂട്ടൻസിൽസിൻ്റെ അകത്തൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണതാണ്, കാണുന്നതാണ്. സോ എന്താണ് അത് എന്നാണ് ഇപ്പം എന്ത് ചെയ്തേക്കണം നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒന്ന് ആൻസർ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, വെരി ഗുഡ്. എന്താണ് അതിൻ്റെ ആൻസർ? പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. എന്താണ് അതിൻ്റെ ആൻസർ? പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. അപ്പൊ മറക്കരുത്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. ഏത് പോളിമർ ആണ് നമ്മളുടെ നോൺ സ്റ്റിക് കുക്ക്വെയർസിന്റെ സർഫസ് കോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് എപ്പോഴും എന്ത് ചെയ്യണം, ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും അത് എന്ത് ചെയ്യരുത്, വിട്ട് കളയരുത്. അപ്പൊ ഏതാണ്ട് അതിന്റെ ആൻസർ പോളി ടെട്രാഫ്ലൂറോ ഈത്തീൻ. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ്, നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും ചേഞ്ച് വന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ കൊല്ലം പാറ്റേൺ ഒക്കെ മാറി എന്ന് പറഞ്ഞാൽ നമ്മളത് പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ഒന്നും വേണ്ട, നമുക്ക് കറക്റ്റായിട്ട് കോൺസെപ്റ്റ് പഠിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? സോ നോക്കിയാൽ സ്റ്റേറ്റ്മെന്റ് 1, ഹൈഡ്രോ കാർബൺ ഓൺ കമ്പഷൻ ഫോംസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് H2O. H2O എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ. സ്റ്റേറ്റ്മെന്റ് 2, കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ ഇസ് ആൻ എൻഡോതെർമിക് പ്രോസസ്. ഓക്കേടാ, അതിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. എന്താണ് എൻഡോതെർമിക് പ്രോസസ്? നമ്മൾ 2 ടൈപ്പ് പ്രോസസ്സ് പഠിക്കുന്നുണ്ട്. എൻഡോതെർമിക്കും പഠിക്കുന്നുണ്ട്, എക്സോതെർമിക്കും പറഞ്ഞു. എക്സോതെർമിക് അതേപോലെ തന്നെ എന്താണ് എൻഡോതെർമിക്? എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, എക്സോതെർമിക് എന്താണ്? എക്സിറ്റ്, അതായത് ഹീറ്റ് പുറത്തേക്ക് പോകും. എക്സോതെർമിക്കിന്റെ അർത്ഥം എന്താണ്? എക്സിറ്റ് ആണ്. അപ്പൊ ഹീറ്റ് പുറത്തേക്ക് പോകുന്ന റിയാക്ഷൻസിനെ നമ്മൾ എന്താണ് എക്സോതെർമിക് എന്നും, അതേപോലെ തന്നെ ഹീറ്റ് എൻട്രി അകത്തേക്ക് അബ്സോർബ് ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. എക്സോ എന്ന് പറഞ്ഞാൽ എക്സിറ്റ്, അപ്പൊ ഹീറ്റ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു, റിലീസ് ചെയ്യുന്നു. ഇനി എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ എൻട്രി, അകത്തേക്ക് അബ്സോർബ് ചെയ്യുന്നു. ഇങ്ങനത്തുള്ള റിയാക്ഷൻസ് ആണ് എക്സോതെർമിക്കും എൻഡോതെർമിക് റിയാക്ഷൻസും. അപ്പൊ ഇവിടുത്തെ ചോദ്യം ഇതാണ്, സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് കമ്പഷൻ എന്ന് പറയുമ്പോൾ അതിനെ കത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും? CO2, അതായത് കാർബൺ ഡയോക്സൈഡും വാട്ടറും ഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് ഈ കമ്പഷൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സ് എന്താണ്? ഒരു എക്സോതെർമിക് ആണെന്ന് പറയും. അവിടെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ എന്താണ്. കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജന്റെ പ്രസൻസിൽ ചൂടാക്കി കമ്പഷൻ ചൂടാക്കുകയോ കത്തിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തരുന്ന പ്രൊഡക്ട്സ് 4 കാര്യങ്ങളാണ്. 1, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഓക്കെ ആണോ? അപ്പൊ 4 കാര്യങ്ങളാണ് ഒരു ഹൈഡ്രോ കാർബൺ കമ്പഷൻ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ നമ്മൾ ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ കിട്ടുന്നത്. എന്തൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു ഹൈഡ്രോ കാർബണെ കമ്പഷൻ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡും വാട്ടറും ഉണ്ടാവുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? നിങ്ങൾ പറ, എന്താണ്? യെസ്, വെരി ഗുഡ്, ശരിയാണ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണത്. കാർബൺ ഡയോക്സൈഡും വാട്ടറാണ് എന്ത് ചെയ്യണത്? ഹൈഡ്രോ കാർബണിനെ ഹീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കമ്പഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതെന്നും. അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ആലോചിക്കണം. അത് ഒരു എൻഡോതെർമിക് പ്രോസസ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ ആലോചിക്കണം. എടാ, ഹീറ്റും ലൈറ്റും എവിടെയാണ് വരുന്നത്? പ്രൊഡക്റ്റ് സൈഡിലാണോ റിയാക്റ്റൻറ്റ് സൈഡിലാണോ? എവിടെയാണ്? പ്രൊഡക്റ്റ് സൈഡിൽ അല്ലേ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വന്നല്ലേ, എക്സിറ്റ് ചെയ്തെന്നല്ലേ അതിന്റെ അർത്ഥം. അതായത് പുറത്തേക്ക് വന്നു. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് പുറത്തേക്ക് വന്നത്, ഒരു സാധനം റിയാക്ട് ചെയ്ത് പുറത്തേക്ക് വന്നതാണ് നമ്മൾ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു കാർബൺ ഡയോക്സൈഡ്, വാട്ടർ, ഹീറ്റ് ആൻഡ് ലൈറ്റ്. അപ്പോ ഇവിടെ ഹീറ്റ് പുറത്തേക്കല്ലേ വന്നേക്കണത്. സോ ഇറ്റ് ഇസ് എക്സിറ്റ്. എക്സിറ്റ് ആണെങ്കിൽ അത് എന്താണെന്നാ പറഞ്ഞത്? എക്സോതെർമിക് അല്ലേ? എക്സിറ്റ് ആണെങ്കിൽ അതെന്താണ്? എക്സോതെർമിക്. അപ്പോ നിങ്ങളൊന്ന് പറഞ്ഞേ, ഈ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണെന്നുള്ളത്?
ഇത് എൻഡോതെർമിക് ആണെന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കണം. അപ്പൊ അത് ശരിയാണ്? അല്ല, എന്തല്ല, ശരിയല്ല. കാരണം ഇതെന്ത് ടൈപ്പ് പ്രോസസ്സാണ്? ഇതൊരു എക്സോതെർമിക് പ്രോസസ്സാണ്, എൻഡോതെർമിക് അല്ല. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്നാൽ എന്താണ്? ശരിയാണ്. സോ അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞുതരാ, ഇതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുക? സ്റ്റേറ്റ്മെന്റ് 1 അല്ലെങ്കിൽ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ളത് ഏതായിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുക? ഏതായിരിക്കും എടുക്കാൻ പറ്റുക? സ്റ്റേറ്റ്മെന്റ് 1 അല്ലേ കറക്റ്റ്? അപ്പൊ അതിന്റെ അനുസരിച്ചുള്ളല്ലേ നമ്മൾ എടുക്കേണ്ടത്. സോ ഏത് ഓപ്ഷൻ എടുക്കും നമ്മ? എ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എടുക്കും. only സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ. മറ്റേതെന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫൈൻ. ഓക്കെ, നോക്കാം. നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പെർസെൻറ്റേജ് ഓഫ് എത്തനോയിക് ആസിഡ് ഇസ് വിനീഗർ? വാട്ട് പെർസെൻറ്റേജ് ഓഫ് എത്തനോയിക് ആസിഡ് ഇസ് വിനീഗർ? ഇതെല്ലാം കഴിഞ്ഞ കൊല്ലത്തെ സിലബസിൽ തന്നെ ഉണ്ടായിരുന്ന ടോപ്പിക്സുകളാണ് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തായാലും. കാരണം ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കഴിഞ്ഞ കൊല്ലമൊക്കെ പറഞ്ഞ ടോപ്പിക്കുകൾ തന്നെ ഈ കൊല്ലവും ഉണ്ടെങ്കിൽ അതിപ്പോഴും എന്ത് തന്നെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കുറച്ച് ഭാഗങ്ങൾ പഠിക്കും. വാഷ്, അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്. എത്തനോള്, മെത്തനോള്, അതിൻ്റെ മാനുഫാക്ചർ കാര്യങ്ങൾ അതെല്ലാവരും നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? റിവിഷൻ ചെയ്യാനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് പെർസെൻറ്റേജ് ഓഫ് എത്തനോയിക് ആസിഡ് ഇസ് വിനീഗർ? എത്ര പെർസെൻറ്റേജ് എത്തനോയിക് ആസിഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിനാഗിരി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന വിനാഗിരി എന്ന് പറയുന്നത്. എത്ര ആയിരിക്കും? അതിൽ ഓപ്ഷൻസ് ഉണ്ട്. 5 to 8%, 8 to 10%, 10 to 12%, 5 to 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായിരിക്കും അതിന്റെ കറക്റ്റ് ആൻസർ? ഏതായിരിക്കും? യെസ്, വെരി ഗുഡ്. ഏതാണ്? 5 to 8%. എ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. 5 to 8% ആണ് വിനാഗിരി, അതായത് എത്തനോയിക് ആസിഡ് എന്ന് പറയുന്ന വിനാഗിരി നമ്മൾ കണക്കാക്കി ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേടാ? അതിൻ്റെ അതേപോലെ തന്നെ സെയിം ഒരു എക്സ്ട്രാ നമുക്കൊരു നല്ലൊരു ചോദ്യവും കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഉൾപ്പെടുത്തി വന്നേക്കുന്ന ഒരു ചോദ്യം ആൽക്കഹോളിന്റെ ഭാഗത്തു നിന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് എത്തനോയിക് ആസിഡ് COH ഭാഗത്തു നിന്നായിരുന്നു. ഇപ്പൊ നമ്മൾ പറയാൻ പോണ OH ആൽക്കഹോൾസിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ മാച്ച് ദ ഫോളോയിങ്, നിങ്ങൾക്ക് ഷുവർ ആയിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ കാണിച്ചതുപോലെ തന്നെ ഇരിക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്തായിരിക്കും ഓൾറെഡി മാച്ച് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് അവിടെ ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഓപ്ഷൻസ് എടുത്ത് എഴുതാനായിരിക്കും 1 മാർക്കിന്റെ ചോദ്യമായിട്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിത് 4 മാർക്ക് തന്നെ ഒരു ചോദ്യമാണ്. പക്ഷേ ഈ കൊല്ലം നമുക്ക് മാച്ച് ദ ഫോളോയിങ്സ് എല്ലാം 1 മാർക്കേ തരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അവർ ഓൾറെഡി എന്ത് തന്നിട്ടുണ്ടാവും? ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അത് കറക്റ്റ് ചെയ്താൽ മതി, എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനെയല്ല ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വാഷ് ഉണ്ട്, റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ട്, ആബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ട്, അതേപോലെ തന്നെ പവർ ആൽക്കഹോളും ഉണ്ട്. അപ്പോൾ വാഷിന് ചേരുന്നത് എന്തായിരിക്കും? എന്താണ് വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കിയടാ, എന്തായിരിക്കും വാഷ്? അവിടെ ഒരു 4 നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 പോയിന്റ് ആയിട്ട് അവർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്ന് എന്താണെന്ന് പറഞ്ഞിട്ട്. വാഷ് എന്ന് പറഞ്ഞാൽ 8 മുതൽ 10% വരെയുമുള്ള എത്തനോളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാഷ് എന്ന് പറയുന്നത്. എന്താണ്ടാ? 8 മുതൽ 10% വരെയുള്ള എത്തനോളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാഷ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? വാഷ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? അപ്പൊ ഡബ്ല്യൂയുടെ ആൻസർ എന്താണ്? ഡബ്ല്യൂയുടെ ആൻസർ ഏതാണ്? ഈ ഇപ്പുറത്തെ ബി കോളത്തിൽ തന്നേക്കണ S ആണ്. അതായത് ഡബ്ല്യൂവിന്റെ ആൻസർ ഈ S എന്ന് പറയണ ഈ 4ാമത്തെ ഓപ്ഷൻ ആണ്. അപ്പൊ നോക്കിയാ 2ാമത്തെ ക്വസ്റ്റ്യൻ, റെക്ടിഫൈഡ് സ്പിരിറ്റ്. എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്? എന്തായിരിക്കും റെക്ടിഫൈഡ് സ്പിരിറ്റ്? നോക്കി പറഞ്ഞു ഒന്ന്, ആ കോളം നോക്കി പറഞ്ഞു, പെട്ടെന്നാവട്ടെ. അപ്പോ പറടാ, ഏതാണ്? പറ പെട്ടെന്ന് പറ. യെസ്, 95.6% എത്തനോൾ ആണ് എന്തെന്ന് പറയണത്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. എന്തെന്ന് പറയണത്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. 95.6% എത്തനോളിനെയാണ് എന്തെന്ന് പറയുന്നത്? റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. നെക്സ്റ്റ് 3ാമത്തത് എന്താണ്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ. പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആബ്സല്യൂട്ട്, യഥാർത്ഥമായ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? 100% അല്ലേ? നമ്മളെങ്ങനെ പറയണം? 100%. അപ്പൊ ആബ്സല്യൂട്ട് ആൽക്കഹോൾ ഏതായിരിക്കും ഇതിൽ ഇനിയുള്ള 2 ഓപ്ഷൻസിൽ? യെസ്, വെരി ഗുഡ്. 100% എത്തനോളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ. എന്തെന്ന് പറയുന്നത്? ആബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇനി അടുത്ത് ലാസ്റ്റ് വൺ, പവർ ആൽക്കഹോൾ. എന്താണ് പവർ കിട്ടുന്ന ആൽക്കഹോൾ? അങ്ങനെയാണോ? അതുപോലെയൊക്കെ തന്നെ നമ്മൾ എത്തനോളിലേക്ക് നമുക്ക് കുറച്ച് പെട്രോളും കൂടി ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്നതാണ് എന്ത്? പവർ ആൽക്കഹോൾ. ഏകദേശം 80% ഒക്കെയാണ് നമ്മൾ എന്താ ചെയ്യണം? എത്തനോളും ബാക്കി 20% പെട്രോളും ആഡ് ചെയ്യുമ്പോഴാണ് അത് എന്താവുന്നത്? പവർ ആൽക്കഹോൾ ആവുന്നത്. അത് നമ്മൾ ഇന്ധനം, യൂസ് ആസ് എ ഫ്യൂവൽ, അതൊരു ഇന്ധനമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഓപ്ഷനിൽ തന്നേക്കുന്നത് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. സോ
ലാസ്റ്റത്തെ പവർ ആൽക്കഹോളിന്റെ ആൻസർ ആണ് എന്ത് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. അപ്പൊ നോക്കിയടാ, വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ് 8 to 10% എത്തനോൾ ആണ്. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് 95.6% ഓഫ് എത്തനോൾ ആണ്. ആബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 100% എത്തനോൾ തന്നെയാണ്. പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ 80% ആൽക്കഹോളും അതുപോലെ ബാക്കി 20% പെട്രോളും. അതിന് എന്തായിട്ട് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ? ഫ്യൂവലായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ അല്ലേ? ഇതിങ്ങനെ നിങ്ങൾ മാച്ച് ചെയ്തിട്ട് ABCD എന്ന് പറഞ്ഞ ഒരു 4 ഓപ്ഷൻ ആയിട്ട് തരും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ നോക്കി വെച്ചോ. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണം. ഒരു മാർക്ക് നമുക്ക് കൊണ്ടേ കളയാൻ പറ്റൂല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കണം, അത് എക്സ്പെക്ട് ചെയ്യണം. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണം? പഠിക്കാൻ വേണം. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ലല്ലോ? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നോക്കിയടാ, വാ, നല്ലൊരു ക്വസ്റ്റ്യൻ. വിച്ച് പ്രൊഡക്റ്റ് ഇസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ? ഈ കെമിക്കൽ റിയാക്ഷനിലൂടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് എന്താണെന്നാണ് അവർ എഴുതാൻ പറഞ്ഞേക്കുന്നത്. നോക്കിയടാ, CH2 ഡബിൾ ബോണ്ട് CH2 ആണ് നിങ്ങൾക്ക് അവിടെ തന്നേക്കുന്നത്. അതായത് എന്താണ് അതിന്റെ പേരെന്തായിരിക്കും? മീത്തൈൽ എന്നായിരിക്കും, ഈത്തൈൽ എന്നായിരിക്കും? ഏതായിരിക്കും? എന്തായിരിക്കും? മീത്തീൻ എന്നാണ്, അല്ലെങ്കിൽ ഈത്തീൻ എന്നാണ് ഇതിന്റെ പേര് പറഞ്ഞാൽ? ENE ഡബിൾ ബോണ്ട് ആണ്, അപ്പൊ ENE ആണ്. എന്തായിരിക്കും ഇതിന്റെ പേര്? യെസ്, കറക്റ്റ്. എന്താണ്? ഈത്തീൻ. അപ്പോ ഈ ഈത്തീനിലേക്ക് 2 ഹൈഡ്രജൻ H2 നമ്മൾ എന്ത് ചെയ്യണേ? ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ മീത്തീനിലേക്ക് എന്താ ആഡ് ചെയ്യാൻ പോണാണ്? സോറി, മീത്തീൻ അല്ല, ഈത്തീനിലേക്ക് എന്താ ആഡ് ചെയ്യാൻ വേണ്ടി പോണാണ്? ഹൈഡ്രജൻ ആഡ് ചെയ്യാൻ വേണ്ടി പോണാണ്. ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് അവിടെ നിക്കലും ഉണ്ട്, ഒരു നിക്കൽ മോളിക്യൂളും അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? അതിനോടൊപ്പം തന്നെ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി പോണത്. എടാ, ഒന്ന് ആലോചിച്ച് നോക്കിയടാ, ഇവിടെ ഞാനൊരു ഹൈഡ്രജൻ ആഡ് ചെയ്യണല്ലേ? ഹൈഡ്രജൻ ആഡ് ചെയ്യണല്ലേ? അപ്പോ ആഡ് ചെയ്യണ റിയാക്ഷനെ നമ്മൾ എന്താണ് പറയണ? നമ്മൾ എന്താണ് റിയാക്ഷനെ പറയണത്? ആഡ് ചെയ്യണ റിയാക്ഷൻസിനാ എന്താണ്? യെസ്, വെരി ഗുഡ്, അഡീഷൻ റിയാക്ഷൻസ് എന്നല്ലേ? എന്താ പറയണ? അഡീഷൻ റിയാക്ഷൻസ്. അപ്പോ ഇതൊരു അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷന്റെ പ്രത്യേകത എന്താണ്? എന്തായിരിക്കും? അവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഈ ഡബിൾ ബോണ്ടായിട്ടിരിക്കുന്ന ഈ മോളിക്യൂളിന് എന്ത് സംഭവിക്കും? ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഈ 2 ഹൈഡ്രജൻ ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ ഇതിൽ റീഡ്രോ ചെയ്ത് കാണിക്കാം. നോക്കിയേ, CH2 പ്ലസ് H, ഇങ്ങനല്ലേ? അപ്പോ ഇവിടത്തെ ഹൈഡ്രജൻ ഒരെണ്ണം ഇങ്ങോട്ടും അതേപോലെ ഇപ്പുറത്തെ ഹൈഡ്രജൻ ഇങ്ങോട്ടും വരികയാണെങ്കിൽ ഈ ബോണ്ട് എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അപ്പൊ അവിടെ എന്ത് വരും? CH2, ഒരു H ഇങ്ങോട്ടേക്ക് വന്നില്ല, അപ്പൊ എന്തായി? CH3 സിംഗിൾ ബോണ്ട്, പിന്നെ എന്ത് വരും? CH3. എന്തുവരടാ? CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പൊ ഇവിടെ ഉണ്ടായേക്കണ പ്രൊഡക്റ്റ് എന്താണ്, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായ റിസൾട്ടന്റ് പ്രൊഡക്റ്റ് എന്താണ്? CH3 സിംഗിൾ ബോണ്ട് CH3. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? ABCD. ഏതായിരിക്കും ഇതിന്റെ ആൻസർ? യെസ്, ദ ആൻസർ ഇസ് B. ഈസി അല്ലേ? മനസ്സിലായാ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഫൈൻ, ഓക്കെടാ. അപ്പൊ ഇത്രയും ഉള്ളൂ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നമ്മളൊന്ന് ജസ്റ്റ് മര്യാദക്ക് ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയം അത്രേ ഉള്ളൂ. നമ്മൾ നല്ലോണം ടെക്സ്റ്റ് വായിച്ച് നിങ്ങളുടെ ടീച്ചേഴ്സ് പറയണത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കെമിസ്ട്രിക്ക് കണ്ണം പൂട്ടി A+ വാങ്ങിക്കാൻ പറ്റൂടാ. അതെൻ്റെ വാക്കാണ്. നിങ്ങളൊന്ന് ആനെ പിടിച്ച ടെക്സ്റ്റും ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളും നിങ്ങൾ പക്കയായിട്ട് ചെയ്ത് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി A+ ഇസ് ഇൻ യുവർ പോക്കറ്റ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിയേ, the reaction in which unsaturated organic compounds combine with some molecules to form saturated compound is. ഒരു കാര്യം ആലോചിക്കണോടാ, എന്താണ് അൺസാച്ചുറേറ്റഡ്, എന്താണ് സാച്ചുറേറ്റഡ്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലാണ് പഠിക്കുന്ന കാര്യങ്ങൾ. എന്താണ് സാച്ചുറേറ്റഡ്, എന്താണ് അൺസാച്ചുറേറ്റഡ്? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉള്ളവരെ എന്തെന്ന് പറയുന്ന അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നതാണ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഏതോ ഒരു മോളിക്യൂളിനായി കൂടി ചേർന്ന് സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ് ആയി മാറുന്നു. ആ റിയാക്ഷനെ വിളിക്കുന്ന പേര് എടാ, ഞാനിപ്പോ കഴിഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് ഒന്നും കൂടി പോണേട്ടാ. നിങ്ങളൊന്നും ആലോചിക്കണോട്ടാ, ഈ ഡബിൾ ബോണ്ട് അല്ലേ, ഈ CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് പറയുന്നതിൽ വന്നേക്കണത്. അപ്പോ അത് സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡ് ആണോ? യെസ്, കറക്റ്റ്, ഇറ്റ് ഈസ് അൺസാച്ചുറേറ്റഡ്. അപ്പോ അൺസാച്ചുറേറ്റഡിലേക്ക് ഞാൻ ഏതോ ഒരു മോളിക്യൂൾ, ഫോർ എക്സാമ്പിൾ H2 ഞാൻ X എന്ന് വിളിക്കുന്നു, അത് ഏതോ ഒരു മോളിക്യൂൾ ആയിക്കോട്ടെ,
ഒരു മോളിക്യൂൾ ഞാൻ ആഡ് ചെയ്തപ്പോൾ എനിക്കിവിടെ കിട്ടിയ പ്രൊഡക്റ്റ് എന്തായിരുന്നടാ? എനിക്കിവിടെ വന്ന പ്രൊഡക്റ്റ് എന്നാ CH3 സിംഗിൾ ബോണ്ട് CH3 എന്നല്ലേ നമ്മൾ എഴുതിയത്. അതൊരു സിംഗിൾ ബോണ്ട്, അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടിരുന്ന ഒരു മോളിക്യൂളിനെ എക്സ്ട്രാ ഒരു മോളിക്യൂൾ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ അതെന്തായി മാറി? സാച്ചുറേറ്റഡ് ആയി മാറി. അതല്ലേ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അതന്നെയല്ലേ നിങ്ങളുടെ ഇവിടുത്തെ അടുത്ത ക്വസ്റ്റ്യനും. ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളിലേക്ക് അൺസാച്ചുറേറ്റഡ് മോളിക്യൂളിലേക്ക് ഒരു എക്സ്ട്രാ ഒരു മോളിക്യൂൾ ആഡ് ചെയ്യുമ്പോൾ അത് എന്തായി മാറി? സാച്ചുറേറ്റഡ് ആയി മാറി. അങ്ങനെയുള്ള റിയാക്ഷന്റെ പേര് ഞാൻ കുറച്ചു മുമ്പ് അത് പറഞ്ഞു നിർത്തലേ ഉള്ളൂ. എന്തായിരുന്നു അത്? നമ്മൾ പറഞ്ഞാൽ ആഡ് ചെയ്തല്ലേ, ആഡ് ചെയ്തപ്പോഴല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ എന്താണത്? ഇറ്റ് ഈസ് അഡീഷൻ റിയാക്ഷൻ. എന്താണത്? അഡീഷൻ റിയാക്ഷൻ. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനത്തെ റിയാക്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? അഡീഷൻ റിയാക്ഷൻസ്. ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. അപ്പോൾ 9ാമത്തെ ചോദ്യം അൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കഴിഞ്ഞ കൊല്ലത്തെ ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടി ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് എസ്ട്രിഫിക്കേഷൻ? ചോദ്യം ഇതാണ്. എന്താണ് എസ്ട്രിഫിക്കേഷൻ? എന്താണ് എസ്ട്രിഫിക്കേഷൻ? അതിൻ്റെ ആൻസർ ഓൾറെഡി ഇവിടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ഓൾറെഡി നമുക്ക് എഴുതാനുള്ള ആൻസർ ആണ്. അതുകൊണ്ട് നോക്കിയാ, എസ്റ്റേഴ്സ് ആർ ഫോംഡ് വെൻ ആൽക്കഹോൾസ് റിയാക്ട് വിത്ത് കാർബോക്സിലിക് ആസിഡ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. എസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർബോക്സിലിക് ആസിഡും അതേപോലെ തന്നെ ഒരു ആൽക്കഹോളും കൂടി ചേർന്ന് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? എസ്റ്റർ. കാർബോക്സിലിക് ആസിഡ് ആൻഡ് ആൽക്കഹോൾ. കാർബോക്സിലിക് ആസിഡ് പ്ലസ് ആൽക്കഹോൾ ആണ് എന്തെന്ന് പറയുന്നത്? എസ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. ആ എസ്റ്റർ ഫോം ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? എസ്ട്രിഫിക്കേഷൻ എന്ന് പറയാം. എന്തെന്ന് പറയാം? എസ്ട്രിഫിക്കേഷൻ. സോ ഒരു കാർബോക്സിലിക് ആസിഡും ഒരു ആൽക്കഹോളും കൂടി ചേരുമ്പോൾ അതിനെന്ന് പറയും? എസ്റ്റർ എന്ന് പറയും. ആ പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ആ റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എസ്ട്രിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? പ്രശ്നമില്ല. അപ്പൊ ഇതുപോലെ എല്ലാവരും കംപ്ലീറ്റ് ശ്രദ്ധയോടുകൂടി ക്ലാസ് കേൾക്കാം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകണേ. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യം. എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ ആൽക്കഹോൾ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പും മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം അതിൽ നമ്മൾ പഠിച്ചുകൊണ്ട് OH, X, COH, O എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിച്ചത്. അപ്പം നമ്മളിവിടുത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിലേതാണ് ആൽക്കഹോൾ? ഇതിലേതാണ് ആൽക്കഹോൾ? എടാ, ആൽക്കഹോൾ ആണെങ്കിൽ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താടാ? അതിന്റെ അതിലെന്താ വരുന്നത്? ആൽക്കഹോൾ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തുണ്ടാവും? അതിലെന്തുണ്ടാവും? OH ഉണ്ടാവും അല്ലേ? ശരിയാണ്. എന്തുണ്ടാവണം? OH. അപ്പോ പറ, ഇതിലേതിലാണ് OH ഉണ്ടാവുന്നത്? എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ? ഏതിലാണ് നിങ്ങൾക്ക് OH എന്ന് പറയുന്നത് കാണുന്നത്? ഏതിലാണ്? യെസ്, കറക്റ്റ് ആൻസർ. ബിയിലാണ് നമുക്ക് എന്ത് കാണുന്നത്? OH കാണുന്നത്. സോ ഓപ്ഷൻ ബി ഇസ് ആൻ ആൽക്കഹോൾ. ഓപ്ഷൻ ബി ഇസ് ആൻ ആൽക്കഹോൾ. അപ്പൊ അതിന്റെ പേരെന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാൻ പറ്റുമോ? നെയിമിങ് നമുക്ക് ചോദിക്കണമെന്നാണല്ലോ. എന്തായിരിക്കും ഇതിന്റെ പേര്? ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, അപ്പൊ ഇതെന്തായിരിക്കും? മെത്തനോൾ. എന്തായിരിക്കും അത്? മെത്തനോൾ. ഓക്കെ, അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടിപൊളി. നമുക്ക് നേരത്തെ എസ്ട്രിഫിക്കേഷന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് കടന്നു വന്നേക്കണം അടുത്ത ചോദ്യം. നോക്കിയേ, എസ്ട്രിഫിക്കേഷനെ ബേസ് ചെയ്ത് തന്നെയുള്ള ചോദ്യമാണ്. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് ദ എസ്റ്റർ വെൻ മെത്തനോൾ റിയാക്ട്സ് വിത്ത് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡിന്റെ ഒപ്പം മെത്തനോൾ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എസ്റ്റർ എന്നാണ് അതിന്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ എസ്റ്റർ ഫോം ചെയ്യാൻ എന്ത് ചെയ്യുന്നതാണ്? ഒരു കാർബോക്സിലിക് ആസിഡും അതേപോലെ തന്നെ ഒരു ആൽക്കഹോൾ. അപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കുന്ന കാർബോക്സിലിക് ആസിഡ് എന്താണത്? എത്തനോയിക് ആസിഡ്. എത്ത് എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പൊ CH3COOH. അതാണ് എത്തനോയിക് ആസിഡ്. പ്ലസ് മെത്തനോൾ. മെത്തനോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മുമ്പ് മേളിൽ കണ്ടതാണ്. എന്താണ് മെത്തനോൾ? CH3OH. അപ്പോ ഇവിടെ നമുക്ക് കിട്ടാൻ പോണ പ്രൊഡക്റ്റ് ആണ് നമുക്ക് നോക്കണം. നമുക്കറിയാം എസ്റ്റർ ഫോം ചെയ്യുന്ന സമയത്ത് ഈ കാർബോക്സിലിക് ആസിഡിലെ OHും അതേപോലെ തന്നെ ഈ CH3OHലെ Hും എന്താവും? ഇവിടെ നിന്ന് എലിമിനേറ്റഡ് ആവും. എന്തൊക്കെ പോടാ? കാർബോക്സിലിക് ആസിഡിലെ OHും അതേപോലെ തന്നെ നമ്മുടെ ആൽക്കഹോളിലെ Hും ഇവിടെ നിന്ന് എന്തായി മാറും? എലിമിനേറ്റഡ് ആയി മാറും. അപ്പോ ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ നിന്ന് ഒരു H വന്നു, ഇപ്പുറത്തുനിന്ന് Hും ഒരു Oയും വന്നു. അപ്പൊ മൊത്തം ഇവിടെ എത്ര H ആയി? 2H പിന്നെ ഒരു O. അപ്പൊ എന്താണ് ഇവിടെ ഉണ്ടായ ഒരു പ്രൊഡക്റ്റ്? H2O ആണ്. എന്താണ് ഉണ്ടായത്?
H2O. ബാക്കി എന്തൊക്കെ ഉണ്ട് അത് കൂട്ടിച്ചേർത്ത് എഴുതിയാൽ മതി. CH3 ഉണ്ട്, പിന്നെ എന്തുണ്ട് CO ഉണ്ട്, പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഇതൊന്ന് തിരിച്ചെഴുതണം കേട്ടോ. O ഉണ്ട്, പിന്നെ CH3 ഉണ്ട്. എന്തൊക്കെ ഉണ്ടാ CH3 COO പിന്നെ എന്തുണ്ട് CH3. അപ്പൊ ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് എസ്റ്റർ. ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് എസ്റ്റർ. ക്ലിയർ അല്ലേടാ. ഈ തൈലെത്തനേറ്റ് എന്നാണ് ഇതിന് എന്ത് ചെയ്യണത് നമ്മൾ പറയുന്നത്. പിന്നെ ഇവിടെ എന്താണ് എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് വാട്ടർ. എക്സ്ട്രാ ഒരു പ്രൊഡക്റ്റ് ആണ് വാട്ടർ. ഈ ഇക്വേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഇത് ചോദിക്കും എന്തായാലും എക്സാമിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതൊരു കാരണവശാലും നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാതെ പോകരുത്. പഠിച്ചു വെച്ചിരിക്കണം, ഉറപ്പായിട്ടും പഠിച്ചു വെച്ചിരിക്കണം. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. അതിനോടൊപ്പം ഒരു ചോദ്യം ഉണ്ട്, വാട്ട് ഇസ് ദ യൂസ് ഓഫ് എൻ എസ്റ്റർ. ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഉത്തരം എന്താണ്? ഇറ്റ് ഈസ് യൂസ് ടു മാനുഫാക്ചർ പെർഫ്യൂംസ് ഉണ്ടാക്കാൻ, സുഗന്ധങ്ങൾ ഉണ്ടാക്കാൻ, പലതരം ഫ്ലേവേഴ്സ് സുഗന്ധങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത് എസ്റ്റർ. പെർഫ്യൂംസ് ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ യൂസ്. ഓക്കെ, സോ ഇത് നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഈ ടോപ്പിക് എന്തായാലും പഠിച്ചിരിക്കണം. ഈ റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, സോ towards the next question, നോക്കല. From the chemical reactions given below, write the steps in correct order for the industrial production of ethanol. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറയുന്ന പോലെ തന്നെ സെയിം കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ടോപ്പിക് തന്നെയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രാവശ്യം എക്സാമിന്, മോഡൽ എക്സാംസിന് ഉൾപ്പെടെ ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കണത് എത്തനോൾ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ആൽക്കഹോള് ഇൻഡസ്ട്രിയലി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റെപ്സ് ഉണ്ട്, കുറച്ച് രീതികളുണ്ട്. ചുമ്മാ അത് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വരുന്നതല്ല. അതിന് കുറച്ച് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യണം, കുറച്ച് ആൾക്കാർ അവിടെ വന്ന് റിയാക്ട് ചെയ്യണം. എന്നാലൊക്കെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് കറക്റ്റായിട്ട് ഫോം ചെയ്ത് വരുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് അവരവിടെ തന്നിട്ടുണ്ട്. പക്ഷെ അതെന്തായിട്ടാണ് തെറ്റിച്ച് തന്നേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അത് കറക്റ്റായി കൊടുത്താൽ മതി. ഇങ്ങനത്തെ മോഡൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതേപോലെ കറക്റ്റ് ഓർഡർ ആക്കാനായിട്ട് നിങ്ങൾക്ക് പറയണ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്താണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ എന്നാണ് നമ്മൾ എന്ത് ചെയ്യണത് പറയാൻ വേണ്ടി പോണത്. എടാ, ആദ്യം ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യണത്? നമ്മൾ മൊളാസസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഷുഗർ ഉണ്ടാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ മാനുഫാക്ചറിങ് കമ്പനീസിൽ ബാക്കി വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് എന്ന് പറയുന്നത് മൊളാസസ്. ഈ മൊളാസസ് നമ്മൾ എടുത്തിട്ട് അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഷുഗർ തന്നെയാണ് നമുക്ക് പറയാം ഏകദേശം. അപ്പോൾ ഈ ഷുഗർ കണ്ടന്റ് ഉള്ള ഈ വസ്തുവിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിലേക്ക് എന്ത് ആഡ് ചെയ്യും? ഈസ്റ്റ്. നമ്മൾ അപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ആഡ് ചെയ്യുന്ന സാധനമാണ് ഈസ്റ്റ്. അപ്പോൾ ഈ ഈസ്റ്റിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? നമ്മൾ ആഡ് ചെയ്യും. ഫസ്റ്റ് അതാണ് നടക്കണം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഓപ്ഷൻ ഏതായിരിക്കും? ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ ആയിരിക്കും. ഏതായിരിക്കും? ബി. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഈസ്റ്റിനെ എടുത്തിട്ട് എന്തിലേക്ക് ആഡ് ചെയ്യും? മൊളാസസിൽ ആഡ് ചെയ്യും. ഡൈല്യൂട്ട് ചെയ്ത് വെച്ചേക്കണം, അല്ലെ വെള്ളം ഒഴിച്ച് വെച്ചേക്കണം. ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം ചേർത്ത് വെച്ചേക്കണം, അതാണ് ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള മൊളാസസിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യും. രണ്ടാമത് നമ്മൾ എന്താ ചെയ്യണത്? ഈ ഇതിലേക്ക് ഒരാൾ വന്ന് കടന്നു ചെല്ലും. ആരാണത്? രണ്ടാൾക്കാരാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്ന് ഇൻവെർട്ടേഴ്സ് ആണ്, സയമേസ് ആണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് എപ്പോഴും. ഇൻവെർട്ടേഴ്സ് ആണ് ആദ്യം പറഞ്ഞത്, സയമേസ് ആണ് ആദ്യം പറഞ്ഞത്. ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞിട്ടേ, ആൽഫബറ്റിക് ഓർഡറിൽ ആരാണ് ആദ്യം ഫസ്റ്റ് വരുന്നത്? ഐ ആണോ ഇസഡ് ആണോ? ആരാണ്? ഐ. സോ ഫസ്റ്റ് വന്നത് ആരാണ്? ഇൻവെർട്ടേഴ്സ്. ആരാ ഫസ്റ്റ് വന്നത്? ഇൻവെർട്ടേഴ്സ്. അപ്പൊ ഈ മൊളാസസിലേക്ക്, ഈസ്റ്റ് ആഡ് ചെയ്ത് ഈ മൊളാസസിലേക്ക് ഫസ്റ്റ് വരുന്നത് ഇൻവെർട്ടേഴ്സ് ആണ്. ആ ഇൻവെർട്ടേഴ്സ് ഉണ്ടായ മൊളാസസിനെ എന്താക്കി മാറ്റും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് എന്തായിരുന്നു? മൊളാസസിലേക്ക് എന്താ ആഡ് ചെയ്ത്? ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ അവിടെ നമ്മളുടെ അടുത്തേക്ക് കടന്നു വന്ന ആളാണ് ആര്? ഇൻവെർട്ടേഴ്സ്. ആ ഇൻവെർട്ടേഴ്സ് എന്ത് ചെയ്യും? അവിടെ ഉള്ള മൊളാസസിന് അല്ലെങ്കിൽ സൂക്രോസിനെ എടുത്തിട്ട് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി എന്ത് ചെയ്യും? മാറ്റും. ഗ്ലൂക്കോസും ഫ്രക്ടോസും. അപ്പൊ സെക്കൻഡ് വരുന്ന സ്റ്റെപ്പാണ് എന്ത്? എ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും വന്നാലോ ഈ ഇൻവെർട്ടേഴ്സിനെ പണി ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻവെർട്ടേഴ്സ് പോകും. രണ്ടുപേരെ പറഞ്ഞു, ഒരാൾ കൂടെ ഇടാം. ആരാണ്? സയമേസ്. അപ്പൊ ഇൻവെർട്ടേഴ്സ് പോയി, ഇനി അടുത്ത ആരുടെ കൂടെയാണ്? സയമേസ് അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എന്താക്കി മാറ്റും? വാഷാക്കി മാറ്റും. വാഷാക്കി മാറ്റും. സയമേസ് കൺവേർട്സ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ടു
വാഷ്. എന്താക്കി മാറ്റണം? വാഷ് ആക്കി മാറ്റും. സോ ദ നെക്സ്റ്റ് വൺ ഈസ് സി. ഇവരെന്താക്കി മാറ്റും? അതിനെ വാഷ് ആക്കി മാറ്റും. അങ്ങനെ അവസാനം ഓൾറെഡി നമുക്കുള്ള ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്ത എന്താണ്? ഡി ആണ്. എന്താണത്? വാഷ് ഓൺ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഫോംസ് എത്തനോൾ. ഈ വാഷ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാൽ എന്താണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നൊക്കെ. അപ്പോൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്തനോൾ കിട്ടും. എന്ത് കിട്ടൂടാ? എത്തനോൾ. അപ്പൊ ഇതാണ് എത്തനോളിന്റെ പ്രോസസ്സ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണത് എന്താണ്? ഡൈല്യൂട്ട് മൊളാസസിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം അവിടെ ഇൻവെർട്ടേസ് വന്നിട്ട് അതിനെന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. ഇൻവെർട്ടേസ് കഴിഞ്ഞിട്ട് അവിടെ സൈമേസ് വരുന്നു. അവൻ എന്താകുന്നു? അതിനെ വാഷ് ആക്കി മാറ്റുന്നു. ഈ വാഷിനെ പിടിച്ച് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ചെയ്യുമ്പോൾ അതെന്തായി മാറുന്നു? എത്തനോളായി മാറുന്നു. ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം കേട്ടോ. വേറെ എവിടെയും പോകണ്ട, ജസ്റ്റ് ഈ ക്ലാസ് നിങ്ങൾ നല്ലോണം കണ്ടാൽ മതി. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? സോ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോണേണ്. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഒരു 2 മാർക്സിനെങ്കിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ എ ആൻഡ് ബി ആൻഡ് റൈറ്റ് ദിയർ സ്ട്രക്ചർ. എയും ബിയും ആരാണ്? അവരുടെ സ്ട്രക്ചർ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എയും ബിയും ആരാണ്? അവരുടെ സ്ട്രക്ചർ എന്താണ്? അപ്പോ നോക്കിയടാ, ഇവിടെ ഒരു ഹൈഡ്രജനെ ആഡ് ചെയ്യാനുണ്ട്. ആഡ് ചെയ്തപ്പോൾ അത് എന്തായി മാറി? ഡബിൾ ബോണ്ടായി മാറി. എടാ, നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതാണ് അഡീഷൻ റിയാക്ഷൻ അല്ലേ? ഏതോ ഒരു മോളിക്യൂൾ, അതായത് ഒരു അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂളിലേക്ക് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണിലേക്ക് ഏതെങ്കിലും ഒരു മോളിക്യൂൾ ആഡ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? സാച്ചുറേറ്റഡ് ലെവലിലേക്ക് മാറും. ഇത് സാച്ചുറേറ്റഡ് ലെവലിലേക്ക് ആയിട്ടില്ല, ബട്ട് അതെന്ത് ചെയ്യും? പൊട്ടും. അതായത് അതിന്റെ ബോണ്ട് പൊട്ടും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബോണ്ട് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ബോണ്ട് പൊട്ടും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ ഇവിടെ ഡബിൾ ബോണ്ട് ആയിട്ടാണ് മാറിയേക്കുന്നത്. അപ്പോ ഡബിൾ ബോണ്ട് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്ക് എന്ത് ബോണ്ടായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്? ഏത് ബോണ്ടായിരിക്കും? യെസ്, ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും. ഏതായിരിക്കും? ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ നോക്കിയാ ഇവിടെ ഉണ്ടാവണ CH ട്രിപ്പിൾ ബോണ്ട് CHലേക്ക് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും CH2 ഡബിൾ ബോണ്ട് CH2. ഓക്കെ അല്ലേ? സോ നമ്മൾ നമ്മുടെ എനെ ഐഡന്റിഫൈ ചെയ്തു, അതിന്റെ സ്ട്രക്ചറും എഴുതി. എനെ നമ്മൾ എന്ത് ചെയ്തു? ഐഡന്റിഫൈ ചെയ്തു. നമ്മൾ അതിന്റെ സ്ട്രക്ചറും എഴുതിയുണ്ട്. എ എന്തായിരുന്നു? CH ട്രിപ്പിൾ ബോണ്ട് CH. ഇനി ബി എന്താണെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. ബി നോക്കിക്കടാ, നമുക്ക് തന്നേക്കുന്നത് CH2 ഡബിൾ ബോണ്ട് CH2 കൂടി ഉണ്ടായ പ്രൊഡക്റ്റ് ആയ CH2 ഡബിൾ ബോണ്ട് CH2ലേക്ക് HBr ആണ് ആഡ് ചെയ്യുന്നത്. എന്താണ് ആഡ് ചെയ്യണത്? HBr. അഡീഷൻ തന്നെയല്ലേ? അപ്പൊ ഇവിടെയും എന്താ സംഭവിക്കാൻ പോണ? മോളിക്യൂളുടെ ബോണ്ട് എന്തായി പോവും? ബ്രേക്ക് ചെയ്തു. അപ്പൊ അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ആഡ് ചെയ്ത് പോവും അല്ലെ? മോളിക്യൂള് ബ്രേക്ക് ചെയ്തിട്ട് അവരപ്പുറത്ത് ഇപ്പുറത്തായിട്ട് എന്ത് ചെയ്ത് പോവും? ആഡ് ചെയ്ത് പോവും. അപ്പൊ നോക്കിയേ, എന്തായിരിക്കും വരാൻ പോണത് ഇങ്ങോട്ടേക്ക്? CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HBr ആഡ് ആകുമ്പോൾ ഈ H എങ്ങോട്ടേക്ക് വരും? ഒരു സൈഡിലേക്കും Br മറ്റൊരു സൈഡിലേക്കും. അപ്പൊ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? CH2 സിംഗിൾ ബോണ്ട് CH3 Br. ഇവിടെ ഒരു Br കൂടി ഉണ്ടാവും. നിങ്ങൾ ചേർത്ത് എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. ഇനി നിങ്ങൾ എഴുതണത് ഇങ്ങനെയാണെങ്കിലും കറക്റ്റ് ആണ്. CH2 Br ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ് എന്ത്? സിംഗിൾ ബോണ്ട് ആയിട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടണം. കാരണം ഇതെന്താണ്? അഡീഷൻ റിയാക്ഷൻ ആണ്. അഡീഷൻ റിയാക്ഷൻ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. എന്താണ് സംഭവിക്കുന്നത്? അവിടെ അൺസാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ എന്തായി മാറും? സാച്ചുറേറ്റഡ് ആയിട്ട് മാറും. ഏതെങ്കിലും ഒരു മോളിക്യൂൾ നമ്മൾ പുറത്തുനിന്ന് ആഡ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? സാച്ചുറേറ്റഡ് ആയി മാറും. ഇങ്ങനെയുള്ള റിയാക്ഷൻസിനാണ് എന്തെന്ന് പറയുന്നത്? അഡീഷൻ റിയാക്ഷൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്. അടിപൊളി. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഈ കൊല്ലം ടെക്സ്റ്റ് റിനോവേറ്റ് ചെയ്ത് വന്നപ്പോൾ അവിടെ കയറി വന്നൊരു ടോപ്പിക്കാണ് മെഡിസിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കാറുണ്ടെന്ന് വെച്ചാൽ അത് ഇപ്പൊ വന്നതുകൊണ്ട് ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ടൈം എക്സാമിന് ഉൾപ്പെടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് മെഡിസിൻസിനെ പറ്റിയിട്ട്. ഒരു മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ഇതുപോലത്തെ 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. അപ്പൊ അത് നോക്കി വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെഡിസിൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കി വെക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോവും, A+ പോവും. ഓക്കെ, അപ്പൊ ചോദ്യം എന്താണെന്ന് നോക്കിയേ. വാട്ട് ആർ അനാൽജസിക്സ്? എന്താണ് അനാൽജസിക്സ്? ഒറ്റ വാക്കിൽ ഉത്തരം പറയാം നമുക്ക്. പെയിൻ കില്ലർ. എന്താണ്?
പെയിൻ കില്ലർ, അതായത് പെയിൻ റിലീഫ് ചെയ്യുന്ന അല്ലെങ്കിൽ പെയിൻ റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ ആണ് എന്ത്? അനാൽജസിക്സ്. എന്താണ്ടാ? അനാൽജസിക്സ്. അപ്പൊ എന്താണ് അനാൽജസിക്സ് എന്ന് പറഞ്ഞാല് നമ്മ പെയിൻ റിലീഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെഡിസിൻ ദാറ്റ് റിലീവ്സ് പെയിൻ. മെഡിസിൻ ദാറ്റ് റിലീവ്സ് പെയിൻ ആണ് എന്തെന്ന് പറയുന്നത് അനാൽജസിക്സ്. അതേപോലെ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. വിച്ച് മെഡിസിൻ ഇസ് യൂസ്ഡ് ആസ് എ പെയിൻ റിലീവർ ആൻഡ് ടു പ്രിവെന്റ് ഹാർട്ട് അറ്റാക്ക്? എടുത്തു ചോദിക്കും അങ്ങനത്തെ ഒരു ചോദ്യം. പെയിൻ റിലീവർ ആയിട്ടും ഹാർട്ട് അറ്റാക്ക് മാറ്റാനായിട്ടും യൂസ് ചെയ്യുന്ന മെഡിസിൻ ഏതാണ്? പെയിൻ റിലീവർ ആയിട്ടും ഹാർട്ട് അറ്റാക്ക് മാറ്റാനുമായിട്ട് യൂസ് ചെയ്യുന്ന മെഡിസിൻ ഏതാണ്? ആൻസർ ഇവിടെ താഴെ ഉണ്ട്, നോക്കിക്കോട്ടാ. എന്താണ്? അപ്പൊ ആ മെഡിസിന്റെ പേരാണ് ആസ്പിറിൻ. എന്താണ് അതിന്റെ പേര്? ആസ്പിറിൻ. അപ്പൊ ആസ്പിറിന് എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക്? നിങ്ങൾ ഓർക്കും പെയിൻ റിലീഫിന് മാത്രം കൊടുക്കുന്ന സാധനം ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എന്തിനാ കൊടുക്കണതാണ്. അപ്പൊ അവിടെ എഴുതി വെച്ച സാറ് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചാണ്ട് എന്താണ്? ഹാസ് ആന്റി ബ്ലഡ് കോയാഗുലന്റ് പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ഹാർട്ട് അറ്റാക്ക്. ആന്റി ബ്ലഡ് കോയാഗുലന്റ് ആക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ആസ്പിറിൻ എന്ന് പറഞ്ഞ ഈ ഒരു മെഡിസിന് ഉണ്ട്. സോ അതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഹാർട്ട് അറ്റാക്ക് ഒരു പരിധി വരെ പ്രതിരോധിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഒരു പ്രിവെന്റിങ് മെഡിസിൻ ആയിട്ട് എന്തിനെടുത്തേക്കണത്? ആസ്പിറിന് എടുത്തേക്കണത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവണം? നോക്കിയിട്ടുണ്ടാവണം. മെഡിസിൻസിൻ്റെ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് മെഡിസിൻസ് അതിൻ്റെ യൂസസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. പാരസിറ്റമോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യണം? നോക്കണം. അത് മിസ് ചെയ്യരുത്. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കിയിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, ഫൈൻ. നോക്കിയടാ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചിലതൊക്കെ ടോപ്പിക്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് തന്നില്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ആ ടോപ്പിക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയൊക്കെ പോയാലും നിങ്ങളുടെ എക്സാമിന് ഷുവർ ആയിട്ട് വരാൻ പോകുന്ന ടോപ്പിക്കുകളാണ്. അതുകൊണ്ടാണ് റിപ്പീറ്റേഷൻ കാണിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കാം. ഓക്കെ, നോക്കിയേ. വിച്ച് എൻസൈം ഇസ് ഇൻവോൾവ് ഇൻ ദ കൺവേർഷൻ ഓഫ് ഷുഗർ സൊല്യൂഷൻ ടു ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് കൺവേർഷനിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ, അല്ലെങ്കിൽ നേരത്തെ എടുത്ത നമ്മളുടെ ഗ്ലൂക്കോസിനെ എന്താക്കി ഷുഗർ സൊല്യൂഷനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുക, ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആക്കി മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആരാണ് അവിടെ ഇടപെടുന്നത്? ഏത് എൻസൈമാണ് അവിടെ ഇടപെടുന്നത് എന്നാണ് അവിടെ ചോദിച്ചേക്കുന്നത്. ഏത് എൻസൈമാണ് ഇടപെടുന്നത്? ഏതായിരിക്കും? നേരത്തെ പഠിച്ച് രണ്ടുപേരെ പറ്റിയാ പഠിച്ചേ. ഇൻവെർട്ടേസ്, സൈമേസ്. ഇൻവെർട്ടേസും സൈമേസ്. അപ്പോൾ ഞാൻ പറഞ്ഞു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇൻവെർട്ടേസ് ആണോ സൈമേസ് ആണോ വരുന്നത്? ഞാൻ പറഞ്ഞു ഫസ്റ്റ് വന്നത് ആൽഫബറ്റിക് ഓർഡറിൽ ആരാണ്? ഇവിടെ വന്ന ഫസ്റ്റ് ആരാണ്? ഗ്ലൂക്കോസ് ആക്കിയിട്ടല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൂക്കോസ് ആക്കി മാറ്റിയിട്ടല്ലേ നമ്മൾ അതിനെ എത്തനോൾ ആക്കുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ ഇത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ വന്നത് ആരാണ്? ഇൻവെർട്ടേസ് ആണോ സൈമേസ് ആണോ? യെസ്, വെരി ഗുഡ്. ആരാണ്? ഇൻവെർട്ടേസ്. അപ്പൊ നമ്മളുടെ ഈ ഒരു കൺവേർഷൻ, ഷുഗർ സൊല്യൂഷനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആ ഒരു കൺവേർഷനിൽ വരുന്ന എൻസൈം അല്ലെങ്കിൽ പ്രവർത്തിക്കണ ബാക്ടീരിയ അല്ലെങ്കിൽ ആളാരാണ്? നമ്മളുടെ ഇൻവെർട്ടേസ് ആണ്. ആരാണ്? നമ്മുടെ ഇൻവെർട്ടേസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് എൻസൈം ഇസ് ഇൻവോൾവ് ഇൻ ദ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ടു എത്തനോൾ? ആ ഗ്ലൂക്കോസിനെ എത്തനോൾ ആക്കി മാറ്റുന്നു. അത് ഏത് എൻസൈം ആണെന്നാണ് ചോദിച്ചിരിക്കണം. അത് ഏത് എൻസൈമാണ്? അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലേ ഇത്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്വാഭാവികമായിട്ട് ആരാണ്? യെസ്, സൈമേസ്. ആരാ വരുന്നത്? സൈമേസ് ആണ്. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് സൈമേസ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് ഇൻവെർട്ടേസ്, സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്നത് സൈമേസ്. അത് കറക്റ്റ് പഠിച്ചു വെക്കുക. ഷുഗർ സൊല്യൂഷനെ ഗ്ലൂക്കോസ് ആക്കുന്നത് ഇൻവെർട്ടേസ്, ആ ഗ്ലൂക്കോസിനെ എടുത്തിട്ട് എത്തനോൾ ആക്കി മാറ്റുന്നത് സൈമേസ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. നെക്സ്റ്റ്, ഈഥൈൽ ആൽക്കഹോൾ reacts with carboxylic acid containing 2 carbon atoms in the presence of concentrated sulfuric acid. H2SO4 എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. A fragrant compound is obtained. അതായത് ഒരു ഈഥൈൽ ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡും കൂടി റിയാക്ട് ചെയ്തിട്ട് കണ്ടെയ്നിങ് 2 കാർബൺ ആറ്റംസ്, 2 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാവും, റിയാക്ട് ചെയ്തിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് H2SO4, അതായത് അവിടെ ആരും കൂടി ഉണ്ടാവും? കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് കൂടി ഉണ്ടാവും. ഒരു ഫ്രേഗ്രന്റ് കോമ്പൗണ്ട് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഒരു ഫ്രേഗ്രന്റ് കോമ്പൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ കോമൺ നെയിം ഓഫ് ദ പ്രൊഡക്റ്റ് ഫോംഡ് ഇസ്,
ഈ പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന പ്രൊഡക്റ്റിന്റെ കോമൺ നെയിം എന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾ കുറച്ചു മുമ്പും കണ്ടതാണ് ഫ്രേഗ്രന്റ്, അതിന്റെ യൂസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി നമ്മളവിടെ പറഞ്ഞതാണ്. ഫ്രേഗ്രൻസ് അല്ലെ പെർഫ്യൂംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ആരെയായിരുന്നടാ? യെസ്, എസ്റ്റേഴ്സ്. അതിനെ യൂസ് ചെയ്യണത് എസ്റ്റർ. അപ്പോ അവരെ കോമൺ നെയിം അല്ലേ ചോദിച്ചേക്കണത്? കോമൺ നെയിം എന്താണ്? കോമൺ നെയിം എസ്റ്റർ. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ആൻസർ എന്താണ്? എസ്റ്റർ. ഇവിടുത്തെ ഫസ്റ്റ് ആൻസർ എന്താണ്? എസ്റ്റേഴ്സ് ആണ് ഇവിടുത്തെ ആൻസർ. അപ്പൊ ഇവരെ കോമൺ നെയിം, ഫ്രേഗ്രൻസ് ഉള്ള വസ്തുക്കൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് എസ്റ്റേഴ്സ്. രണ്ടാമത്തെ, ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ ഞാൻ നേരത്തെ എഴുതി കാണിച്ചായിരുന്നു, പക്ഷെ അതിൽ ഒരു കാർബൺ ഉണ്ടായുള്ളൂ. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് 2 കാർബൺ ഉണ്ടാവണം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എഴുതി നോക്കാം. ഈത്തൈൽ ആൽക്കഹോളും അതേപോലെ തന്നെ കാർബോക്സിലിക് ആസിഡ്. അപ്പോ CH3 CH2OH ഈത്തൈൽ ആൽക്കഹോൾ ആണ്. ഈത്തൈൽ അല്ലേ, അപ്പൊ 2 കാർബൺ പ്ലസ് പിന്നെ കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുമ്പോൾ CH3COOH. ഇവർ രണ്ടും കൂടി റിയാക്ട് ചെയ്യും. ഇവിടെ ആരുണ്ടാവും പ്രസൻസിൽ? H2SO4. നേരത്തെ എഴുതിയ റിയാക്ഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ജസ്റ്റ് അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് അത്രയും കംപ്ലീറ്റ് ചെയ്ത് എഴുതാനത്. അപ്പോൾ ഇവിടെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഇവിടെ ആരും കൂടി ഉണ്ടാവും, H2SO4 കൂടി ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ, ഇവിടെ നിന്ന് ഒരു OHും ഇവിടത്തെ ഒരു Hും കൂടി പുറത്തേക്ക് വരും. കാർബോക്സിലിക് ആസിഡിലെ OHും അതേപോലെ തന്നെ ഇവിടത്തെ ഒരു Hും കൂടി പുറത്തേക്ക് വരും. അപ്പോൾ ഉണ്ടാവുന്ന പ്രൊഡക്റ്റ്, അവസാനം ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് H2O. എന്താണ്ടാ? H2O ആണ്. പിന്നെ ബാക്കി എന്തൊക്കെയുണ്ട് ഇവിടെ? CH3 CH2, ഇപ്പുറത്ത് തിരിച്ചെഴുതിയാൽ എന്തൊക്കെ ഉണ്ടാവും? COO CH3. എന്തൊക്കെ ഉണ്ടോ? CH3 CH2, ഇവിടുത്തെ CO ഇവിടുത്തെ Oയും കൂടി ചേർന്ന് COO CH3 പ്ലസ് H2O. ഇതാണ് നമുക്ക് കിട്ടണ പ്രൊഡക്റ്റ്. ആൻഡ് ഇതാണ് ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഒരു ഈത്തൈൽ ആൽക്കഹോളും എടുത്തു, അതേപോലെ തന്നെ ഒരു കാർബോക്സിലിക് ആസിഡും എടുത്തു. അങ്ങനെ രണ്ടും കൂട്ടിച്ചേർത്ത് നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് CH3 CH2 COO CH3 പ്ലസ് H2O ആണ് നമുക്ക് എന്ത് ചെയ്തത്? കിട്ടിയത്. ഇനി ഇതിന്റെ IUPAC നെയിമും കൂടി ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ IUPAC നെയിം എന്താണ്? ഇതിന്റെ IUPAC നെയിം ഈത്തൈൽ എത്തനേറ്റ് ആണ് ഇതിന്റെ IUPAC നെയിം. എന്താണ്? ഈത്തൈൽ എത്തനേറ്റ് എന്നാണ് ഇതിന്റെ IUPAC നെയിം. അത് നമുക്ക് ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അത് പഠിച്ചു വെക്കണം. ഞാൻ പറഞ്ഞ നേരത്തെ ഇങ്ങനെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് അത് എന്ത് ചെയ്യുക, മക്കളെല്ലാവരും പഠിച്ചു വെക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ അവിടെ എഴുതി. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രൊഡക്റ്റിന്റെ കോമൺ നെയിം എന്താണെന്നും അതേപോലെ തന്നെ അതിന്റെ കെമിക്കൽ ഇക്വേഷനും അതേപോലെ തന്നെ അതിന്റെ IUPAC നെയിമും. ഓക്കെ, ഫൈൻ, ക്ലിയർ. നെക്സ്റ്റ്, നല്ലൊരു ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പഷൻ ആൻഡ് തെർമൽ ക്രാക്കിംഗ്. കമ്പഷനും തെർമൽ ക്രാക്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കമ്പഷനും തെർമൽ ക്രാക്കിങ്ങും എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിന്റെ വ്യത്യാസം അറിഞ്ഞിരിക്കണം, ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അതിന്റെ ആൻസർ ഇവിടെ എഴുതി തന്നിട്ടുണ്ട് സാറ്, നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് തെർമൽ ക്രാക്കിംഗ്? വെൻ ഹീറ്റഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ സം ഹൈഡ്രോകാർബൺസ് വിത്ത് ഹൈ മോളിക്കുലാർ വെയിറ്റ് decomposes into hydrocarbons with low molecular weight. This process is called thermal cracking. ഇവിടെ ഒരൊറ്റ പ്രത്യേകത നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. എയർ ഉണ്ടാവില്ല. ഇവിടെ എയർ ഉണ്ടാവില്ല. എയർ ഇല്ലാത്ത അവസ്ഥയിൽ ഹൈഡ്രോകാർബൺസിനെ, അതായത് കുറച്ച് വെയിറ്റ് കൂടിയ ഹൈഡ്രോകാർബൺസ് ഡീകമ്പോസ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോരുക, സ്പ്ലിറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പറയും. പൊട്ടുക, സ്പ്ലിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഡീകമ്പോഷൻ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊച്ചു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയി മാറുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് തെർമൽ ക്രാക്കിംഗ്. അപ്പോൾ തെർമൽ ക്രാക്കിംഗ് ക്ലിയർ ആണല്ലോ? എന്താണെന്നും കൂടി പറയാം. ആബ്സെൻസ് ഓഫ് എയർ. അവിടെ ആബ്സെൻസ് ഓഫ് എയർ ഇല്ലാത്ത അവസ്ഥയിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. അപ്പോൾ ഭയങ്കര വലിയ മോളിക്യൂൾസ് ഒക്കെ എന്ത് ചെയ്യും? പൊട്ടി പോരും. എന്തായി മാറും? പൊട്ടിയിട്ട് ചെറിയ വെയിറ്റ് ഉള്ള മോളിക്യൂൾസ് ആയി മാറും. ഈ പ്രക്രിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തെർമൽ ക്രാക്കിംഗ്. കമ്പഷൻ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതാണ്. എന്താണ്
കമ്പഷൻ എന്ന് പറഞ്ഞത് ഒരു ഹൈഡ്രോ കാർബൺ ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും? എയർ ആയിരിക്കും. അപ്പൊ തെർമൽ ക്രാക്കിങ്ങിൽ എന്തിന്റെ പ്രസൻസ് ഉണ്ടാവും? മാറിപ്പോയി പറഞ്ഞത്, സോറിടാ. കമ്പഷനില് എയറിന്റെ പ്രസൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ എയറിന്റെ പ്രസൻസ്, തെർമൽ ക്രാക്കിങ്ങിൽ എയറിന്റെ പ്രസൻസ് ഉണ്ടാവില്ല. അതാണ് രണ്ടും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം. തെർമൽ ക്രാക്കിങ്ങിൽ ആരില്ല? എയർ ഇല്ല. കമ്പഷനിൽ ആരുണ്ട്? എയർ ഉണ്ട്. കാരണം ഇവിടെ നമ്മൾ പഠിച്ചതാണ്, ഓക്സിജന്റെ പ്രസൻസിലാണ് അവൻ എന്ത് ചെയ്യണത്? ഹീറ്റ് ചെയ്യണത്. ഇവിടെ ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മൾ എന്ത് ചെയ്യണവനാ? ഹീറ്റ് ചെയ്യണത്. ഓക്സിജൻ എന്ന് പറഞ്ഞ എയർ അല്ലേ? സോ കമ്പഷൻ എന്ന് പറയുന്നത് എന്താണ്? When hydrocarbons burn, they combine with oxygen in air to form carbon dioxide, water along with heat and light. അവിടെ ഉണ്ടാവുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഇങ്ങനെ 4 പേരുണ്ടാവും. ഈ 4 പേരുണ്ടാവുന്ന ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കമ്പഷൻ. അപ്പൊ തെർമൽ ക്രാക്കിങ്ങും കമ്പഷനും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ അല്ലേ? എന്തൊക്കെയായിരുന്നു ഏറ്റവും മെയിൻ ഡിഫറൻസ്? എന്തായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്? തെർമൽ ക്രാക്കിങ്ങിൽ എയർ ഉണ്ടാവോ? ഇല്ല. എയറിന്റെ ആബ്സെൻസ് ആണ് അവിടെ. കമ്പഷനിലേക്ക് വരുമ്പോഴോ അവിടെ എയറിന്റെ പ്രസൻസ് ആണ്. അപ്പൊ ഈ വ്യത്യാസമാണ് നിങ്ങൾ മെയിൻ ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെടാ, ഫൈൻ. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നോക്കി വെക്കാം. നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി വെച്ചോട്ടാ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. ഇമ്പോർട്ടൻ്റ് ആണ് പോളിമറൈസേഷന്റെ ഭാഗം നമ്മൾ നല്ലോണം നോക്കി വെക്കുക. ടെക്സ്റ്റിൽ പലതരം പോളിമേഴ്സ്, അതിന്റെ യൂസസ്, കാര്യങ്ങളെല്ലാം, കോമ്പൗണ്ട്സ് എല്ലാം അവിടെ നിന്ന് തന്നിട്ടുണ്ട്. ആ ബോക്സുകൾ നിങ്ങൾ നല്ലോണം നോക്കി വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ അഡീഷൻ പോളിമർ. അവിടെ ക്വസ്റ്റ്യനിലാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ചോദിച്ചേക്കണം ഇസ് നോട്ട് എന്നാണ്. നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്ന സമയത്ത് ഇസ് നോട്ട് എന്നുള്ള കാര്യം നമ്മൾ വിട്ടു. അല്ല, എല്ലാത്തതെന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് വെക്കും? ഉള്ളത് എഴുതി വെക്കും. പക്ഷെ നമുക്ക് മാർക്ക് കിട്ടും ഇല്ല. നമ്മളപ്പോൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാം. എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ അഡീഷൻ പോളിമർ. അഡീഷൻ പോളിമറിന് അല്ല, അല്ലെങ്കിൽ ആവാത്ത എക്സാമ്പിൾ ഈ തന്നേക്കുന്നതിൽ ഏതാണ്? അഡീഷൻ പോളിമർ അല്ലാത്ത ഈ തന്നേക്കുന്നതിലുള്ള എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചത്. PVC ഉണ്ട്, ടെഫ്ലോൺ ഉണ്ട്, നൈലോൺ ഉണ്ട്. ഈ PVC ടെഫ്ലോൺ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. ഒരു ബ്രാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ഇക്വേഷനിൽ എഴുതാനാണ് അഡീഷൻ N എന്ന് പറഞ്ഞൊരു താഴെ നമ്മൾ ഇട്ട് കൊടുക്കും, N എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാതെല്ലാം എന്താണ്? അഡീഷൻ പോളിമേഴ്സ് ആണ്. നമ്മൾ എടുത്ത് പഠിക്കുന്നുണ്ട് ആ ചാപ്റ്ററിൽ. അഡീഷൻ പോളിമേഴ്സ്, കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്നൊക്കെ എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അഡീഷൻ പോളിമേഴ്സിൽ വന്നവരാണ് PVC, ടെഫ്ലോൺ ഒക്കെ. പക്ഷെ നൈലോൺ എന്തല്ല? അഡീഷൻ പോളിമർ അല്ല. അഡീഷൻ പോളിമർ അല്ല, പകരം എന്താണ്? കണ്ടൻസേഷൻ പോളിമർ ആണ്. സോ ഇത് ചോദിച്ചേക്കുന്നത് എന്താണ്? ഇതിൽ ആരാണ് അഡീഷൻ പോളിമർ അല്ലാത്തത്? അപ്പൊ ആരാണ്? നൈലോൺ. അപ്പൊ നോക്കിയേ, അതിന്റെ ഒപ്പം ഒരു ചോദ്യം കൂടി ഉണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് മോണോമേഴ്സ് ഓഫ് നൈലോൺ. ഇവിടെ താഴെ അടിപൊളിയായിട്ട് ടെക്സ്റ്റിൽ കറക്റ്റ് കാര്യം നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ 2 ആൾക്കാർ കൂടി ചേർന്നിട്ടാണ് നമുക്ക് നൈലോൺ 66 നമുക്ക് കിട്ടുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് അഡിപ്പിക് ആസിഡ്, രണ്ടാമത്താണ് ഹെക്സാമീഥൈൽ എൻഡിമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള 2 കോമ്പൗണ്ട്സ് കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ നൈലോൺ 66 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുന്നത്. 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? നമ്മളുടെ ഈ NHOOC, ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ ഓർത്ത് വെക്കണം. ഈ CH2 ബ്രാക്കറ്റ് 4 എന്ന് പറഞ്ഞാണ്ട അതിന്റെ അർത്ഥം എന്താണ്ടാ? CH2 ബ്രാക്കറ്റ്സിൽ 4 വന്നേക്കണം. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് അറിയോ അതിന്റെ അർത്ഥം എന്താണെന്ന്? പറഞ്ഞുതരാം. അതായത് അവിടെ 4 CH2കൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. 4 CH2കൾ അവിടെ ഉണ്ട്. അതിനെ ഒരുമിച്ച് എഴുതിയേക്കാനാണ് CH2 ബ്രാക്കറ്റ് 4 എന്ന്. നിങ്ങൾ അതിൽ കൺഫ്യൂഷൻ ആവരുത്. ഇപ്പുറത്ത് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? CH2 ബ്രാക്കറ്റ് 6 എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. CH2 ബ്രാക്കറ്റ് 6. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 6 CH2. ഇതിന്റെ ഒപ്പം തന്നെ ഇനി 2 കൂടി കൂടിച്ചേർന്ന് പറയുമ്പോൾ 6 എണ്ണവും. 6 CH2 അവിടെ ഉണ്ട്. അത് ഷോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്തേക്കണത്? തന്നേക്കണം. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒറ്റയടിക്ക് എഴുതാൻ പറ്റിയ രീതിയിലാണ് അവിടെ എന്ത് ചെയ്തേക്കണത്? തന്നേക്കണത്. ഈ ഇക്വേഷൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. ഇതേപോലെ തന്നെയാണ് എസ്റ്ററിൻ്റെയും നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം? പഠിച്ചു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, വിട്ട് കളയരുത്, മാർക്ക് പോകും. ഓക്കെ, അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പം ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക. അവിടെ ലാസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവണ വാട്ടർ, ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് ഇക്വേഷൻ. ഈ കംപ്ലീറ്റ് ഇക്വേഷൻ എഴുതിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരില്ല? മാർക്കും തരികയില്ല. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ.
ഓക്കെ, ഐഡന്റിഫൈ എ. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ അഡീഷൻ റിയാക്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അഡീഷൻ റിയാക്ഷൻ ആണ്. എന്താണ് CH നോക്കണേ. ഓക്കെ ഫൈൻ. CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2 ഒരെണ്ണം ആഡ് ചെയ്തേക്കണല്ലേടാ, നമ്മൾ ആഡ് ചെയ്തേക്കണല്ലേ. ഇവിടെ എന്തായിരിക്കുന്ന ഈ H2 ആഡ് ചെയ്യുമ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നല്ലേ, ആഡ് ചെയ്യുമ്പോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നല്ലേ. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 അതാണ് ഐഡന്റിഫൈ എ എന്ന് പറഞ്ഞ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ. എ എന്ന് പറഞ്ഞ സാധനം ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. CH2 ഡബിൾ ബോണ്ട് CH2. അങ്ങനെയാണെങ്കിൽ അവിടെ അടുത്ത ചോദ്യം, റൈറ്റ് ദ പ്രൊഡക്ട്സ് ഒബ്റ്റെയിൻ വെൻ എ അണ്ടർഗോസ് ദ ഫോളോയിങ് റിയാക്ഷൻസ്. എ എന്ന് പറയുന്ന ആള് ഈ താഴെ പറയുന്ന ഓരോന്നിലും കൂടിച്ചേരുമ്പോൾ എന്തായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തേല് എ നമ്മളുടെ ഇതാണ് നമ്മുടെ എ. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ഒപ്പം HCl ആണ് കൂടിച്ചേരുന്നത്. എന്താ കൂടിച്ചേരുന്നത്? HCl. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടാൻ വേണ്ടി പോണത്? ഇതുവരെ അഡീഷൻ തന്നെയല്ലേടാ. കാരണം അൺസാച്ചുറേറ്റഡ് നമ്മൾ സാച്ചുറേറ്റഡ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മോളിക്യൂൾ ആഡ് ചെയ്യുന്നു. ഇവിടെ HCl ആണ് ആഡ് ചെയ്യണത്. ഒരു സ്ഥലത്തേക്ക് H പോവും, മറ്റൊരു സ്ഥലത്തേക്ക് എന്തും പോവും? Cl പോവും. അപ്പൊ എന്തായി മാറുന്നത്? CH3 സിംഗിൾ ബോണ്ട് CH2Cl. CH3 സിംഗിൾ ബോണ്ട് CH2Cl ആയിട്ട് എന്ത് ചെയ്യും? മാറും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ B എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതാണ് നമ്മളുടെ B എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇനി ഒരു കാര്യവും കൂടി നമുക്ക് അവിടെ ഉണ്ട്. എന്താണ്? N ഓഫ് A എന്നാണ് അവിടെ പറയുന്നത്. ഇതല്ലേ നമ്മുടെ A. സോ CH2 ഡബിൾ ബോണ്ട് CH2 ഇതിന്റെ ഒപ്പം ഒരു എന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. N വന്നാൽ നമുക്കറിയാം എന്താണ് അത്. വാട്ട് ഇസ് N? N എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പോളിമറൈസേഷൻ. N എന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചോ, ഇതെന്താണ്? പോളിമറൈസേഷൻ ആണ്. അപ്പൊ പോളിമർ ആവുമ്പോൾ അതെന്താ സംഭവിക്കുന്നത്? അതിന്റെ ബോണ്ടുകളൊക്കെ പുറത്തേക്ക് നമുക്ക് എഴുതി കൊടുക്കണം. ഓക്കെ, പുറത്തേക്ക് നമ്മൾ എഴുതി കൊടുക്കുന്നു, സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുന്നു. ആ ബോണ്ട് എന്തായി മാറും? സിംഗിൾ ബോണ്ടായി മാറും. ഒപ്പം നമ്മളുടെ N എവിടെ എഴുതി കൊടുക്കും? നേരത്തെ നമ്മൾ ഫ്രണ്ടിലാണ് എഴുതിയത്, ഇപ്പൊ നമ്മൾ എവിടെ എഴുതും? താഴെ എഴുതി കൊടുക്കണം. എവിടെ എഴുതണോടാ? താഴെ. അപ്പോ ഇതേ വസ്തുവിനെ സിംഗിൾ ബോണ്ട് ആക്കി ആ ബോണ്ട് പുറത്തേക്ക് സ്ക്വയർ ബ്രാക്കറ്റ്സിന്റെ പുറത്തേക്ക് കാണിച്ച് താഴെ N എഴുതിയാൽ എന്തായി? അതിന്റെ പോളിമറൈസേഷൻ റിയാക്ഷൻ ആയി. ഓക്കെ, അപ്പോ മൂന്നാമത്തെ നമുക്ക് ഇവിടെ തന്നേക്കുന്നത് Na gives C എന്നാണ്. അപ്പൊ Na എന്തായിരുന്നു? നമ്മുടെ CH2 ഡബിൾ ബോണ്ട് CH2 ആയിരുന്നു. അപ്പൊ Nന്റെ ഒപ്പം നമ്മൾ ആ A എന്ന് പറഞ്ഞ ആളെ കൂട്ടിച്ചേർത്തപ്പോ C എന്ന് പറഞ്ഞ പോളിമറിനെയാണ് നമുക്ക് എന്ത് ചെയ്തത്? കിട്ടിയത്. അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഇപ്പൊ 2-3 എണ്ണമായി നമ്മൾ ഇങ്ങനത്തെ ചെയ്യുന്നത് ചോദിക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് വെക്കാം? മനസ്സിലാക്കി വെക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്, അനലൈസ് ദ ഇക്വേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. നേരത്തെ നമ്മൾ പറഞ്ഞ സാധനം തന്നെ, എസ്റ്ററിന്റെ ഇക്വേഷൻ തന്നെയാണിത്. അപ്പൊ നോക്കിയേ, CH3COH plus CH3OH gives concentrate H2SO4 plus CH3COO plus CH3 plus H2O എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് കെമിക്കൽ റിയാക്ഷൻ? ഈ കെമിക്കൽ റിയാക്ഷന്റെ പേരെന്താണ്? കുറച്ചു മുമ്പ് നമ്മൾ ഇതിന്റെ റിവേഴ്സ് ചോദ്യം നമ്മൾ ചെയ്തതാണ്. എന്തായിരുന്നു? എസ്ട്രിഫിക്കേഷൻ. ഇതിന്റെ ആൻസർ എന്താണോ? എസ്ട്രിഫിക്കേഷൻ. എന്താണ്ടാ? എസ്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് ആണിത്. എസ്ട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ആണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ എസ്റ്റർ ഫോംഡ്? ഈ എസ്റ്ററിന്റെ പേര് എന്താണ്? ഈഥൈൽ എത്തനേറ്റ്. എന്താണ്ടാ? ഈഥൈൽ എത്തനേറ്റ്. ഇനി അടുത്ത അതിനൊപ്പം തന്നെ എസ്റ്ററിന്റെ 2 യൂസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പഠിച്ച എന്തിനാണ്? ഫ്രാഗ്രൻസ് ഉണ്ടാക്കാനായിട്ട്, പെർഫ്യൂംസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് എസ്റ്റേഴ്സ്. അതേപോലെ തന്നെ സ്മെല്ല് കിട്ടുന്ന കോമ്പൗണ്ട്സ് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് എസ്റ്റേഴ്സ്. അപ്പൊ ഈ ഒരൊറ്റ യൂസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത്? ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും കറക്റ്റായിട്ട് മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഒറ്റ കാര്യം പറയാനുള്ളൂടാ നിങ്ങളോട്, കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റും അതേപോലെ തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സും പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക. വർക്ക്ഔട്ട്സ് ചെയ്യുക. ടെക്സ്റ്റ് മാത്രം നിങ്ങൾ ജസ്റ്റ് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലോണം ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ എക്സാംസ് എഴുതാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് അടിപൊളിയായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും കവർ ചെയ്ത് തീർത്തിട്ടുണ്ട്. നിങ്ങളത് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു ചാപ്റ്റർ എടുക്കാൻ വരുന്നത് വരെ ബൈ. ഓക്കെ.